അടുത്ത വർഷം ആരംഭത്തിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ച് വ്യാപകമായ കൂറുമാറ്റങ്ങളും കുതിരക്കച്ചവടങ്ങളും സംഘടിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. പ്രതിപക്ഷത്ത് രാഷ്ട്രീയമായും ആശയപരമായും സംഘടനാപരവുമായ ദൗർബല്യങ്ങൾ ഏറെ നേരിടുന്ന ആം ആദ്മി പാർട്ടിയാണ് ബി.ജെ.പിയുടെ ഒന്നാമത്തെ ലക്ഷ്യവും ഇരയുമെന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു. രാജ്യസഭയിലെ എ.എ.പിയുടെ 10 അംഗങ്ങളിൽ 7 പേരെ അടർത്തിയെടുത്തുകൊണ്ടാണ് ഓപ്പറേഷൻ താമര 2026 അരങ്ങേറ്റം. പാർട്ടിയുടെ രാജ്യസഭാ ഗ്രൂപ്പിന്റെ ഉപനേതാവ് വ്യവസായി അശോക് മിത്തൽ അടക്കമാണ് രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിൽ കാലുമാറിയത്. അടുത്ത കാലത്ത് ചദ്ദയെ ഉപനേതാവ് സ്ഥാനത്ത് നിന്നും നീക്കിയാണ് മിത്തലിനെ തൽസ്ഥാനത്ത് അവരോധിച്ചത്. 2022 പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എ.എ.പി 117-ൽ 92 സീറ്റുകൾ നേടി വിജയിക്കുന്നതിലും സ്ഥാനാർത്ഥി നിർണയത്തിലും നിർണായക പങ്കുവഹിച്ചിരുന്ന നേതാവായിരുന്നു കാലുമാറിയ സന്ദീപ് പാഠക്. രാജ്യസഭാ ഗ്രൂപ്പിലെ 3-ൽ 2 അംഗങ്ങൾ ബി.ജെ.പിയിൽ ചേർന്നത് കാലുമാറ്റമല്ലെന്നും ലയനമാണെന്നുമുള്ള വ്യാഖ്യാനമാണ് കാലുമാറിയവരും ബി.ജെ.പിയും കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യത കൽപ്പിക്കാതിരിക്കാനുള്ള ന്യായമായി ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ വിവിധ കോടതി വിധികൾ വ്യത്യസ്തവും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതുമാണ്. എന്നിരിക്കലും എ.എ.പി കൂറുമാറിയവരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാ അധ്യക്ഷന് നോട്ടീസ് നൽകി കഴിഞ്ഞു. സ്വാഭാവികമായും അധ്യക്ഷൻ, ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടും തീരുമാനവും ഊഹിക്കാവുന്നതേയുള്ളൂ. അത് സുപ്രധാനമായ ഒരു നിയമയുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാക്കാം. പഞ്ചാബിന് പുറമെ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഗോവ, ഗുജറാത്ത് എന്നീ സംസ്ഥാന നിയമസഭകളിലും ഡൽഹി നിയമസഭയിലുമുള്ള എ.എ.പി എം.എൽ.എമാരെ കൂറുമാറ്റാനും വേണ്ടിവന്നാൽ വിലക്കെടുക്കാനുമുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ താമര 2026. പഞ്ചാബിൽ ഇതിനകം 40-ലധികം എം.എൽ.എമാർ തങ്ങളുടെ വലയിലുണ്ടെന്നാണ് കൂറുമാറ്റക്കാരും ബി.ജെ.പി വൃത്തങ്ങളും അവകാശപ്പെടുന്നത്. 3-ൽ 2 അംഗങ്ങളെ തികയ്ക്കാനാവുമെന്നാണ് അട്ടിമറിക്കാരുടെ കണക്കുകൂട്ടൽ. അങ്ങനെ വന്നാൽ അത് ഭഗവന്ത് മാൻ സർക്കാരിന്റെ അന്ത്യമായിരിക്കും. ബി.ജെ.പിക്ക് ഇപ്പോൾ പഞ്ചാബ് നിയമസഭയിൽ 2 അംഗങ്ങൾ മാത്രമാണുള്ളത്. 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 6.5% മാത്രം വോട്ടുണ്ടായിരുന്ന ബി.ജെ.പി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 18.5% തങ്ങളുടെ വോട്ട് വിഹിതം ഉയർത്തിയിരുന്നു. കോൺഗ്രസിൽ നിന്നും വൻതോതിൽ കൂറുമാറ്റം സംഘടിപ്പിച്ചാണ് ഇത് സാധ്യമായത്. എ.എ.പിക്ക് ഗുജറാത്തിൽ 4-ഉം ഗോവയിൽ 2-ഉം സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. അവിടങ്ങളിൽ എ.എ.പിയെ സമ്പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ഡൽഹി നിയമസഭയിലെ എ.എ.പിയുടെ 22 എം.എൽ.എമാരിൽ 15 പേരെ പുറത്തു കൊണ്ടുവന്ന കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടക്കാനും ഡൽഹിയെ എ.എ.പി മുക്തമാക്കുകയുമാണ് ഓപ്പറേഷൻ താമര 2026 ലക്ഷ്യമിടുന്നത്. തങ്ങൾ പ്രത്യയശാസ്ത്രമുക്തമായ വേറിട്ട പാർട്ടിയെന്ന് പ്രഖ്യാപിച്ചാണ് എ.എ.പി രംഗത്ത് വന്നത്. അണ്ണാ ഹസാരെയുടെ 2011 അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഉപോൽപ്പന്നമായി രൂപം കൊണ്ട എ.എ.പി മുഖ്യമായും മുന്നോട്ട് വച്ച ആശയവും മുദ്രാവാക്യവും അഴിമതി വിരുദ്ധത മാത്രമായിരുന്നു. തുടക്കത്തിൽ അത് ഡൽഹിയിൽ ഫലം കണ്ടുവെങ്കിലും രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ അത് മാത്രം പോരാ എന്ന് കാലം തെളിയിച്ചു. സ്ത്രീകൾക്ക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ സൗജന്യ യാത്ര തുടങ്ങിയ ചില്ലറ പൊടിക്കൈകളിൽ പാർട്ടിയെ നിലനിർത്താമെന്നായിരുന്നു കെജ്രിവാളിന്റെ വ്യാമോഹം. പാർട്ടി രൂപീകരിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാളിനൊപ്പം ഉണ്ടായിരുന്ന യോഗേന്ദ്ര യാദവ്, പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയ പ്രമുഖരെല്ലാം ഏറെ വൈകാതെ പാർട്ടി വിട്ടുപോയിരുന്നു. ഹസാരെ പാർട്ടി രൂപീകരണത്തെ എതിർക്കുകയും കെജ്രിവാളുമായി അകലം പാലിക്കുകയും ചെയ്തു. കെജ്രിവാളും എ.എ.പിയും ഒരു ജീവിതവൃത്തം പൂർത്തിയാക്കിയെന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷകരും വിരളമല്ല. ആം ആദ്മി പാർട്ടി അതിന്റെ പേര് സൂചിപ്പിക്കും പോലെ രാജ്യത്തെ സാധാരണക്കാരുടെയോ പണിയെടുത്ത് ഉപജീവനം കഴിക്കുന്ന തൊഴിലാളികളുടെയോ കർഷകരുടെയോ ഇടത്തരക്കാരുടെയോ പാർട്ടിയല്ലെന്ന് അതിന്റെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ഉയർന്ന ഇടത്തരക്കാരുടെയും വ്യവസായികളടക്കം സമ്പന്നരുടെയും ചരിത്രാനന്തര തലമുറയെന്ന് സ്വയം കരുതുന്നവരുടെയും ഭ്രമങ്ങളും മനോരഥങ്ങളും അനുസരിച്ചല്ല രാഷ്ട്രീയത്തിന്റെ വഴികൾ. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കർഷക പ്രക്ഷോഭത്തോടും ഡൽഹിയിലെ സ്വൈര്യ ജീവിതത്തെ ഉലച്ച വർഗീയ കലാപത്തോടും ഹിന്ദുത്വ ആഖ്യാനങ്ങളോടും ആ പാർട്ടിയും കെജ്രിവാളും സ്വീകരിച്ച സമീപനം മാത്രം പരിശോധിച്ചാൽ മതി അത് സാമാന്യ ജനജീവിതത്തിൽ നിന്നും എത്ര അകലെയാണെന്ന് തിരിച്ചറിയാൻ. അഴിമതി വിരുദ്ധത മുഖ്യ ആശയവും രാഷ്ട്രീയ ആയുധവുമാക്കിയ എ.എ.പി നേതൃത്വം എന്തുകൊണ്ട് എങ്ങനെ അഴിമതി ആരോപണങ്ങൾക്കും വിചാരണയ്ക്കും വിധേയമാവുന്നു എന്നതും ഉത്തരം തേടുന്ന ചോദ്യമാണ്. എന്നാൽ അവയൊന്നും ബി.ജെ.പി നേതൃത്വം നൽകുന്ന ജനാധിപത്യ വിരുദ്ധ അട്ടിമറികൾക്കുള്ള ന്യായീകരണമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി.ജെ.പി അധികാരം നിലനിർത്തുന്നത് ജനാധിപത്യ വിരുദ്ധ കൗശലങ്ങളും കൗടില്യങ്ങളും കൊണ്ടാണ്. അഴിമതിയുടെയും ഭരണഘടനാ വിരുദ്ധവും അധാർമികവുമായ സ്രോതസ്സുകളിലൂടെയും ആർജിച്ച
ഭീമമായ വിഭവശേഷി ഉപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ വിലക്കെടുത്തും ED, NIA, CBI തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തും അഴിമതിക്കാരും നിയമലംഘകരും ദുർബലരുമായ രാഷ്ട്രീയ നേതാക്കളെ സ്വന്തം പാളയത്തിലെത്തിച്ച് അലക്കി വെളുപ്പിച്ച് സ്വന്തമാക്കി അവതരിപ്പിക്കുന്നത് മോഡി ഭരണകൂടം ഒരു കലയാക്കി വികസിപ്പിച്ചിരിക്കുന്നു. AAPയിൽ നിന്നുള്ള ഇപ്പോഴത്തെ കൂറുമാറ്റത്തിൽ സംഭവിച്ചിരിക്കുന്നതും മറ്റൊന്നല്ല. മോഡി ഭരണത്തിന്റെ കഴിഞ്ഞ 12 വർഷത്തെ ചരിത്രം അത്തരം രാഷ്ട്രീയ അധാർമികതയുടെയും അട്ടിമറിയുടെയും കൂടി ചരിത്രമാണ്. AAPയിൽ നിന്നുള്ള കൂറുമാറ്റവും കുതിരക്കച്ചവടവും നിയമത്തിന്റെ മുന്നിൽ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും, നീതിപീഠം അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് രാഷ്ട്രം ഉറ്റുനോക്കുകയാണ്. എന്നാൽ നിയമത്തിനും നീതിപീഠത്തിനും അസാധ്യമായത് ജനകീയ ശക്തിയാൽ സാധ്യമാണെന്നത് വിസ്മരിച്ചുകൂടാ.